ഞാൻ ഇന്ന് കപ്പയും എല്ലും കൂടെ കുഴയ്ക്കാൻ പോകും. പക്ഷെ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അത് എല്ലാം റെഡിയായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ അടുക്കളയൊക്കെ മൊത്തം കുളമായിട്ട് എടുക്കും. ഇത് റെഡിയാക്കുന്നത് കൊണ്ട് മൊത്തം കുളമായിട്ട് എടുക്കും. കപ്പ അടിപൊളിയായിട്ട് വീഴ്ച വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്ക് ബീഫ് എടുത്ത് അത് പരട്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ എല്ലാം കുഴയ്ക്കുന്നതൊക്കെ കാണിക്കാൻ നല്ല സൂപ്പറായിരിക്കും. അപ്പം ഞാനിത് കൈ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല അടിപൊളി എല്ലും കപ്പയാണ്. ഇത് മിക്സ് ചെയ്യണം. എല്ലും കപ്പയും കുഴയ്ക്കുന്നതും പിന്നെ ഏഷ്യാടെന്ന് പറയും, കപ്പ ബിരിയാണി എന്ന് പറയും, അങ്ങനെ പല കാര്യങ്ങൾ പറയും. എൻ്റെ അടുക്കളയൊന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ അരച്ചുകൊണ്ടിരിക്കും മൊത്തം ബിസിയിട്. അത് കപ്പയും എല്ലാം കൂടെ കുഴയ്ക്കാൻ പോവാണ്. കപ്പ വേച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ടോട്ടോ മൊത്തം അത് ഇത് വെച്ച് കുഴക്കണേ. വേണ്ട, ഇത് തടി അതിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ച് കൊടുക്കുക. നല്ല നെയ്യുണ്ട്. പക്ഷെ ഇതില്ലേ കറി പോലായിരുന്നു. സാധാരണ നമ്മൾ നിറച്ചെല്ലായിരിക്കും. ഇത് പക്ഷേ കഷ്ണമുണ്ട്. കണ്ടോ, കറിക്കടുത്ത് എല്ലിൻ്റെ അതേ വെളുത്തിട്ടില്ല. നന്നായിട്ട് ഉടയ്ക്കത് കഷ്ണം. ഇത് ഇടുക്കിക്കാർക്കൊക്കെ ഇങ്ങനൊരു കമ്പുണ്ടെന്ന്. അത് കമ്പുണ്ട്. അവരിത് വെച്ച് കമ്പ് വെച്ച കഴിക്കുന്നു. ഈ കപ്പയും ഇതുമൊക്കെ കണ്ണൂരൊക്കെ ഇല്ലേ, നമ്മളൊക്കെ ഞാനതാ തടിയുടെ ഇച്ചിരി സബോളയും കൂടെ അതിൻ്റെ പുറത്തോട്ട് വെക്കണം. അടിപൊളിയായിരിക്കും അല്ലേ? നോക്കാൻ മേലായിരുന്നു ടേസ്റ്റ് ചെയ്ത്. അത് ഒരു കപ്പയ്ക്ക് വെള്ളം പിടിച്ച പോലെ ആയിരുന്നു. എന്താ അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി എല്ലാം കുഴച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. പക്ഷെ ഞാനിത് ഉണ്ടാക്കുന്നതൊന്നും എടുത്തില്ല. ചെയ്യേണ്ട ധൃതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് വീഡിയോ എടുക്കുന്നവരും ഓർത്ത്. പുളിയിടം അടിപൊളിയാണ്. ഒരു സബോളയും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ സൂപ്പർ. അതായത് കഷ്ണം എന്ന് വെച്ചാൽ കഷ്ണമൊന്നും സാധാരണ ഇച്ചിരി ഇതുള്ള മാംസമുള്ള കഷ്ണമായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു.